ചോസൻ എന്ന പ്രോഗ്രാമിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ചോസണിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാനന്തവാടി രൂപതയിലെ യുവവൈദികനായ ഫാദർ ബോബി പാലക്കുഴയാണ്. അച്ഛൻ്റെ വീട് ഗൂഡല്ലൂരാണ്, മാനന്തവാടി രൂപത തന്നെയാണ്. അച്ഛനെയാണ് നമ്മളിന്ന് ചോസണിൽ നിങ്ങൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത്. ചോസൻ എന്ന പേര് നമ്മൾ പറയുന്ന പോലെ ദൈവം കൃത്യമായി തെരഞ്ഞെടുത്ത ഒരു വൈദികൻ കൂടി തന്നെയാണ് ബോബി പാലക്കുഴ അച്ഛൻ. അത് നമുക്ക് അച്ഛൻ്റെ അനുഭവങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും മനസ്സിലാവും. എന്തായാലും നമുക്ക് ചോസൻ എന്ന പ്രോഗ്രാമിലേക്ക് അച്ഛനെ ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അച്ഛാ, സ്വാഗതം. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂർ എത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്തിൻ്റെ നല്ല മനോഹരമായ രീതിയിലാണ് അച്ഛൻ്റെ വീട് ഇരിക്കുന്നതും, അല്ലേ? കാർഷികമായ രീതിയിൽ കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അച്ഛൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് അച്ഛനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ബോബി പാലക്കുഴ. ഞാൻ കഴിഞ്ഞ ഡിസംബർ 28 അച്ഛനായതേ ഉള്ളൂ. പുതിയ അച്ഛനാണ്. ഞാനിപ്പം കൊട്ടിയൂർ ഇടവക, കണ്ണൂർ ജില്ലയിലുള്ള കൊട്ടിയൂർ ഇടവകയിലെ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യുകയാണ്. വളരെ കുറച്ചല്ലേ, ഡിസംബർ കുറച്ച് നാളുകളായിട്ട്, വളരെ 6 മാസം കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയായിരുന്നു? അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ചോസൻ എന്ന പ്രോഗ്രാമിലൂടെ ഇതുമാലി, അതായത് പുതുതായി കടന്നു വരുന്ന അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനൊക്കെയാണ് അവരുടെ ദൈവവിളി, വൊക്കേഷൻ, എന്തുകൊണ്ട് സന്യാസം അല്ലെങ്കിൽ ഈ ഒരു വൈദികൻ പൗരോഹിത്യം തിരഞ്ഞെടുത്തു എന്നതൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതൊക്കെ. അച്ഛൻ്റെ ആ ഒരു പൗരോഹിത്യ നാൾ വഴി, പൗരോഹിത്യത്തിലേക്ക് കടക്കാനുണ്ടായ നാൾ വഴി, അത് എങ്ങനെയാണെന്നൊന്ന് പങ്കുവയ്ക്കാമോ? ഞാനങ്ങനെ അസാമാന്യമായൊരു രീതിയിലേക്ക് പൗരോഹിത്യത്തിലേക്ക് വന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് അച്ഛനാവുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഏതൊരു സഭയിൽ അച്ഛൻ, ഞാൻ ഓർക്കുന്നില്ല, ആ അച്ഛൻ ദൈവവിളി പ്രോത്സാഹനമായിട്ട് വന്ന് ഞങ്ങളെല്ലാവരും കണ്ട് വലിയ പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പം വളരെ നല്ല പ്രസംഗമായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആകൃഷ്ടരായി. ഞങ്ങളൊരു 23ഓളം പേര് എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്ന 22 പേരും അച്ഛൻ തന്ന ഷീറ്റിനകത്ത് പേരൊക്കെ എഴുതി സെമിനാരിൽ പോകാൻ ആൺപിള്ളേരും മടത്തി പോകാൻ പെൺപിള്ളേരും എഴുതി കൊടുത്തു. അപ്പം ഒരാൾ മാത്രം എഴുതുന്നില്ല. അപ്പം അച്ഛൻ ചോദിച്ചു, എന്താണ് എഴുതാത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ എനിക്ക് ഉറപ്പാണ്, ഞാൻ എൻ്റെ വിളി കുടുംബജീവിതമാണ് എന്ന് പറഞ്ഞു. 10ാം ക്ലാസ് വെച്ച് ഉറപ്പിച്ചതാണ്. പക്ഷേ ഒരു ട്വിസ്റ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ, എഴുതി കൊടുക്കാത്തത് ഞാനാണ്. ഞാൻ മാത്രം അച്ഛനായി, ബാക്കി എല്ലാവരും ഇന്ന് കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ 10ാം ക്ലാസ് വരെ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ +1 പഠിക്കുന്ന കാലത്ത് 10ാം ക്ലാസ് വെച്ച് കുടുംബജീവിതം തീരുമാനിച്ചിരുന്നു. ഞാൻ അതുവരെ ഉറപ്പിച്ചിരുന്ന കാര്യമാണ്, എനിക്ക് ദൈവവിളിയില്ല, ഞാൻ അച്ഛനാകാൻ പോകുന്നില്ല, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ഞാൻ +1 പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ, എൻ്റെ തൊട്ട് സീനിയർ ആയിരുന്ന ഒരു +2 പക്ഷേ ഞങ്ങളെല്ലാവരും വളരെ കൂട്ടുകാർ ഒരുമിച്ച് നടന്നതാണ്. അപ്പം അവന് സെമിനാരിൽ പോകാൻ ഭയങ്കര താല്പര്യം. അപ്പം +2 പരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്, റിസൾട്ടൊക്കെ വരാൻ സമയമായി. അപ്പം ഡിസിഷൻ എടുക്കണം. അപ്പോൾ അവന് കൂട്ടുകൂടിയായിട്ട് ഞങ്ങൾ 2-3 പേര് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ ധ്യാനത്തിന് പോയി. ധ്യാനത്തിൽ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും കൗൺസിലിങ്ങിൻ്റെ ഒക്കെ സമയത്ത് അതുവരെ എന്നോട് ആര് സെമിനാരിൽ പോകണമെന്ന് പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യമാണ് വരുന്നത്. പക്ഷെ അന്ന് ആ കൗൺസിലിങ്ങിന് വന്ന ആൾ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു, മോനെ അച്ഛൻ സെമിനാരിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ആ കേട്ടപ്പം ഞാൻ സാധാരണ രീതിയിൽ എന്നോട് അച്ഛനാവാൻ പോകണമെന്ന് വാക്കുകൾ പറയുന്ന പോലെയല്ല എനിക്ക് മനസ്സിലായത്. ഞാൻ ഇതിനു മുന്നേ ധ്യാനം കൂടിയിട്ടുണ്ട്, കൗൺസിലിങ്ങുകളും കൂടിയിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ ഒന്നുമല്ല. പക്ഷെ അന്ന് എനിക്കത് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്തു. അന്നത്തെ ആരാധനയെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. അന്ന് മുതൽ എൻ്റെ തീരുമാനം മാറി. അത് എന്താണോ, എങ്ങനെയാണോ, എന്തുകൊണ്ടാണ് മാറ്റിയതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ വേറെ ഒരു എക്സ്പീരിയൻസ് അതുപോലെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് ആ ഒരു +1 ആ ധ്യാനത്തിൽ വെച്ചൊരു വൈദികൻ്റെ ചോദ്യമായിരുന്നു അച്ഛനെ ഒരു ടേണിംഗ് പോയിന്റ്, അല്ലേ? അതുവരെ കുടുംബജീവിതം ആഗ്രഹിച്ചിരുന്ന ബോബി എന്ന ചെറുപ്പക്കാരന്, അല്ലെങ്കിൽ +1 വിദ്യാർത്ഥിക്ക് ഇത് വൈദികനാകണമെന്ന് ആഗ്രഹം ഉദിച്ചത് അവിടെ നിന്നാണ്. അതെ. അതുവരെ ആയിരുന്നു എൻ്റെ
അതുവരെ ഞാൻ കേട്ടോണ്ടിരുന്ന അച്ഛനാവണമെന്ന് ഒരാളെന്നോട് പറയുമ്പം എനിക്കുണ്ടായിരുന്ന ആ ഒരു ഫീലിംഗ് അല്ല അന്ന് ആ അച്ഛൻ ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നു, നിൻ്റെ താല്പര്യം എന്താണ് എന്നുള്ള ആ ചോദ്യത്തിൽ എനിക്ക് വന്നത്. ചിലപ്പോൾ അച്ഛനിലൂടെ ചോദിച്ചത് ദൈവം തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ചിലർക്ക് ഓരോ മൂമെൻറ്റ്സ് ഉണ്ടല്ലോ. എൻ്റെ ദൈവങ്ങളുടെ മൂമെൻ്റായിട്ട് ഞാൻ കാണുന്നത് അതാണ്. കാരണം എൻ്റെ മനസ്സിനെ ഞാനല്ലായിരുന്നു ആ സമയത്ത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആ ചോദ്യത്തിൻ്റെ അന്ന് മുതൽ പിന്നെ ഇങ്ങോട്ട് എപ്പോഴും അന്ന് അവിടെ വെച്ച് തീരുമാനം എടുത്തായിരുന്നു, ധ്യാന കേന്ദ്രത്തിൽ വെച്ച് തീരുമാനം എടുത്തു, ഞാൻ വൈദികനാകുമെന്ന് തീരുമാനിച്ചു. ആ സെക്കൻഡിൽ തന്നെ എനിക്ക് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ആ ഒരു ആരാധനയോടുകൂടി ഞാനത് ഫിക്സ് ചെയ്തു, അച്ഛനാവണം. പിന്നെ ഞാൻ എല്ലാവരോടും അതങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞു. വീട്ടുകാർക്ക് ഒരു അത്ഭുതമായിരുന്നു. കാരണം അവൻ സെമിനാരി പോകണമെന്ന് കേൾക്കുമ്പോഴേ ദേഷ്യമുള്ളവൻ തിരിച്ചു വന്നപ്പോൾ പിന്നെ ധ്യാനം കഴിഞ്ഞാൽ പിന്നെ സെമിനാരി കുട്ടികൾക്കുള്ള ധ്യാനമായിരുന്നു. അല്ല, അത് മുതിർന്നവർക്കുള്ള ധ്യാനം തന്നെയായിരുന്നു ഞങ്ങൾ കൂടിയത്. പക്ഷെ ഞങ്ങൾ ഞാൻ പ്ലസ് 1 പഠിക്കുന്നു, അവർ പ്ലസ് 2 പഠിക്കുന്നു. അങ്ങനെ വീട്ടുകാർ അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുണ്ടാവും അല്ലേ വൈദികനാവണമെന്നൊക്കെ, പക്ഷെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം പ്ലസ് 1 വരെ കുടുംബജീവിതം പറഞ്ഞിരുന്ന വ്യക്തി ധ്യാനം കഴിഞ്ഞ് വന്ന് വൈദികനാകണമെന്ന് വീട്ടിൽ പറഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ആ സമയം? വന്ന ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞതൊരു അപക്വമായ തീരുമാനമാണ്. ധ്യാനമൊക്കെ കൂടിയതിൻ്റെ ഒരു ഫീൽ എഫക്റ്റ് മാത്രമേ ധ്യാനം കൂടി വരുമ്പോൾ പെട്ടെന്നുള്ളൊരു അല്ലേ അത്രേ ഉള്ളൂ എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് എനിക്കും അറിയില്ല, ഞാനും ധ്യാനമൊക്കെ കൂടി വരുന്നു. പക്ഷെ പിന്നീട് പപ്പ എന്നെ പറഞ്ഞു പ്ലസ് 2 കഴിയട്ടെ, എന്തായാലും സമയമുണ്ടല്ലോ, 1.5 വർഷം. എന്നോട് വിടൂല എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എന്തോ അന്നാ തോന്നിയ ആഗ്രഹം ഒരിക്കലും ഇതുവരെ നഷ്ടപ്പെടാതെ പ്ലസ് 2 കഴിയുന്ന സമയത്തും എനിക്ക് സെമിനാരിൽ തന്നെ ചേരണം എന്നായിരുന്നു അങ്ങനെ ആഗ്രഹം. അതിനുശേഷം നമ്മൾ സെമിനാരി ചെന്നിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമുക്ക് തോന്നി, പക്ഷെ നമ്മൾ അത്ര നാൾ വീട്ടിൽ നിന്നു, അപ്പച്ചൻ്റെ അമ്മച്ചനും കൂടെ നിൽക്കുന്നു, എല്ലാ കാര്യം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ പോകുന്നത് സെമിനാരിയിലേക്കാണ്. അവിടെ വളരെ വ്യത്യസ്തമായ ഒരു ജീവിതശൈലിയായിരിക്കും അല്ലേ? അതിനെ എങ്ങനെയാണ് പൊരുത്തപ്പെട്ടത്? ഞാൻ തിരഞ്ഞെടുത്ത സമയത്ത് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് എനിക്കൊരു സംശയമായിരുന്നു. ഏത് വേണം, സഭ വേണോ അതോ ഏതെങ്കിലും മിഷൻ സഭകളിൽ ചേരണോ അതോ രൂപതയിൽ ചേരണോ എന്നുള്ളത്. രൂപതയെപ്പറ്റി എനിക്ക് അന്ന് വ്യക്തമായൊരു ബോധ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ദൈവവിളി ക്യാമ്പിനും ക്ലാസ്സിനൊക്കെ പോയപ്പോഴാണ് രൂപതയിൽ ചേരുന്നതിൻ്റെ ഒരു നന്മ എനിക്ക് മനസ്സിലായത്. ഒന്ന്, എല്ലാ ഫീൽഡുകളിലും രൂപതയുടെ ഒരു കൈത്താങ്ങുണ്ട്. പിന്നെ ആളുകളുടെ കൂടെ ആയിരിക്കാൻ ഏറ്റവും നല്ലത് രൂപത തന്നെയാണെന്ന് മനസ്സിലായി. സെമിനാരി ചെന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അങ്ങ് ഒരു ചേഞ്ച് കാരണം വീട്ടിൽ നിന്ന് മാറി വരുന്നതിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അനിയൻ ഇങ്ങനെ വയ്യാത്തതാണ്, ഏറ്റവുള്ളതാണ്. ആദ്യം നമ്മളങ്ങനെ ഒരു ഫീല് വരുന്നില്ല. പിന്നെ പയ്യെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ഇനി എങ്ങനെയാവും എന്നുള്ളതൊക്കെ. പക്ഷേ എന്നും ഞാൻ എൻ്റെ അവസാനം വരെ അച്ഛനാവുന്നോടം വരെ എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സംശയങ്ങൾ വരും. ഇത് എൻ്റെ വിളിയാണോ, എന്നെ ഇതിനൊക്കെ പറ്റുമോ, വേണ്ട ഇത് ഞാൻ ചേരുന്നവരുണ്ട്, കുറെ കൂടെ വിശുദ്ധമായി ജീവിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ തോന്നിയിരുന്നു പല പ്രാവശ്യം തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. നിർത്തി പോയേക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല. എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? എന്തായിരുന്നു പ്രത്യേകിച്ച് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടായിരിക്കാം. ചില സമയത്ത് നമുക്ക് ഒറ്റപ്പെടുന്ന അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ട്? ഒറ്റപ്പെടലെന്ന് നമുക്ക് അങ്ങനെ അത്രയും പറയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നതായിരിക്കാം. ഈ വീട്ടിൽ ഞാൻ ഉദ്ദേശിച്ച വീട്ടിൽ നിന്ന് മാറി, വീട്ടുകാരുടെ സ്നേഹത്തിൽ നിന്ന് മാറി നമ്മൾ ഒറ്റയ്ക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ആരും ഇല്ലല്ലോ, ഒരു വിഷമമൊക്കെ വരുമ്പം ഒറ്റയ്ക്കായി പോയല്ലോ, നമ്മളെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ, നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്തതല്ലേ, അങ്ങനത്തെ സ്വാഭാവികമായിട്ട് ലൈഫിൽ വരുന്ന അതൊക്കെ വളരെ സീരിയസ് പ്രശ്നങ്ങളാണ്. ഇന്നതൊക്കെ ചിന്തിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെയാണ്. അന്നൊരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അതൊക്കെ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നവരും പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, തിരിച്ചു പോയേക്കാം, ഇതെനിക്ക് പറ്റുന്നൊരു സംഭവമല്ല. പക്ഷേ ഓവർകം ചെയ്യാൻ എന്ന് ഞാൻ തിരിച്ചു പോയേക്കാന്ന് ചിന്തിക്കുന്നു. അതിൻ്റെ 1-2 ദിവസത്തിനകം അവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു സ്ട്രോങ് റീസൺ കിട്ടും, ഇതേ ദൈവം തന്നെ തരും. അതെൻ്റെ ഇത്രയും കാലത്തെ ഫോർമേഷൻ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യമാണ്. എന്ന് എനിക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നുന്നു, അന്ന് പിടിച്ചു നിൽക്കാനുള്ള അതേ ദൈവം തന്നെ തരും. അതുകൊണ്ട് ദൈവം വിളിക്കുന്നവനെ സംരക്ഷിക്കുന്നത് ദൈവം തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സെമിനാരി കാലഘട്ടം മൊത്തം അല്ലേ മുഴുവൻ കടന്നുപോയത് അങ്ങനെയാണ്. ഏറ്റവും അവസാനം വരെ എനിക്കത് പറയാനുള്ളത്, നമുക്ക് എന്ന് തിരിയാൻ തോന്നുന്നോ അന്ന് പിടിച്ചു നിൽക്കാനുള്ളത് ദൈവം തന്നിരിക്കും. ദൈവത്തോട് കൂടെ നിന്നാൽ മതി, ബാക്കി ഒന്ന് നോക്കിയോളും. വീട്ടിൽ നിന്നൊക്കെ ആ സമയത്തൊക്കെ വിളിക്കുമായിരുന്നോ, മോനെ നിനക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ, പോരുന്നുണ്ടോ, വരുന്നുണ്ടോ, വരണോ? എന്നും എനിക്കൊരു ഫ്രീഡം വീട്ടിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നിർബന്ധം മൂലമോ നിനക്ക് താല്പര്യമില്ലാതെയോ അവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. വളരെ വെൽക്കമിങ് ആയിട്ട് പപ്പ നിനക്ക് എപ്പോൾ വേണേലും തിരിച്ചു പോരാന്ന്, അച്ഛനാവുന്നോടം വരെ നിനക്ക് എപ്പോൾ വേണേലും തിരിച്ചു പോരാന്ന് എന്നോട് പപ്പ. അതെ, അപ്പോൾ നമുക്ക് ഞാൻ തിരിച്ചു പോയാൽ എന്ത് ചെയ്യും, എനിക്കിനി ലൈഫില്ലല്ലോ, ഇത്രയും ഇതായില്ലേ, പ്രായമായില്ലേ, എനിക്ക് പഠനം ഇത്രയല്ലേ ഉള്ളൂ, അങ്ങനെ ഒരു ടെൻഷൻ എന്നെ സംബന്ധിച്ച് പപ്പയും അമ്മയും പറഞ്ഞു ബാക്കി നമുക്ക് ഇവിടെ വന്നിട്ട് നോക്കാമെന്നുള്ള സെറ്റപ്പിലായിരുന്നു. അപ്പോൾ പപ്പയും അമ്മയും ഒരിക്കലും എന്നെ പറ്റില്ല. പിന്നെ ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എൻ്റെ കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം.
പിന്നെ കുടുംബാന്തരീക്ഷണങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ മനോഹരമായിട്ട് ദൈവം തന്നെ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവം അത് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകുന്ന ഞാൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്നും ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു തിരിച്ചു വരാൻ. പക്ഷെ ഒരിക്കലും അവരെന്നോട് മതി തിരിച്ചു വാ എന്നോട് പറഞ്ഞിട്ടില്ല ഇന്നുവരെ. നിൻ്റെ തീരുമാനമാണ്, അത് നീ എടുക്കേണ്ടതാണ്. ഇനി തിരിച്ചു വരാനാണെങ്കിൽ നിൻ്റെ തീരുമാനമാണ്, ഞങ്ങൾ കൂടെയുണ്ട്. മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട്. അതായിരുന്നു അവരുടെ ഒരു. എത്ര പേര് രണ്ട് സെമിനാരി കാലഘട്ടത്തിൻ്റെ അതെങ്ങനെയായിരുന്നു അവസാനം? ഞാൻ ചേരുന്നത് 2013 +2 കഴിഞ്ഞതിന് ശേഷം. അന്ന് 28 പേരാണ് ബാച്ചിലുണ്ടായിരുന്നത്. ഓക്കെ. പക്ഷേ കാലക്രമേണ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 27 പേരും അവരവരുടെ വഴികളിൽ അവർ തിരിച്ചുപോയി. ഞാൻ പിന്നെ 28 ആ ബാച്ചിൽ ഞാൻ മാത്രമാണ് വൈദികനായിട്ട് വരുന്നത്. പക്ഷേ പിന്നീട് എൻ്റെ പുറകെ വന്ന ഒരാൾ എന്നോട് കൂട്ടത്തിൽ ചേർന്ന് എന്ന് പറഞ്ഞാൽ അവർ പുറത്ത്, ഞങ്ങൾ ഡിഗ്രി കമ്പൽസറി ആയ സമയത്താണ് ഞാനിവിടെ സെമിനാരി പഠിക്കാൻ വരുന്നത്. അന്ന് ഞാൻ ഡിഗ്രിക്ക് പോയി, അവനെ കേരളത്തിന് പുറത്തുള്ളൊരു സെമിനാരി വിട്ടതുകൊണ്ട് ഞാൻ 5 കൊല്ലം കൊണ്ട് തീർത്ത്, 3 കൊല്ലം കൊണ്ട് തീർത്ത് ഞങ്ങളുടെ ഒപ്പം കൂടി. അതുകൊണ്ട് എനിക്കൊരു ബാച്ചുകാരനെ കൂടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ 2 പേരാണ് കഴിഞ്ഞ ഡിസംബറിൽ വൈദികരായത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ 2013 വർഷം ഞാൻ ഒറ്റയ്ക്കായി പോയാണ്. അച്ഛൻ ഇപ്പം ഈ പറഞ്ഞതും കൂടി കേട്ടപ്പോൾ ഇപ്പം അച്ഛൻ ആദ്യം നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു എൻ്റെ ദൈവവിളിയിൽ പ്രത്യേകിച്ച് സാഹസികമായിട്ടൊന്നുമില്ല എന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞിടത്തോളം തന്നെ വരുമ്പോൾ തന്നെ സാഹസികമായിട്ട് കാര്യം. കാരണം അന്ന് ആ ഒരു 10ാം ക്ലാസ്സിൽ 22 പേര് അച്ഛന്മാരാവാൻ എഴുതി കൊടുത്തു, ഒരാൾ എഴുതി കൊടുത്തില്ല. ആ കൊടുക്കാത്ത ആള് അച്ഛനായി. 22 പേരും ഇന്ന് കുടുംബജീവിതം നയിക്കുന്നു. അന്ന് ആ വൈദികനോട് പറഞ്ഞത് എനിക്ക് കുടുംബജീവിതം നയിക്കണം എന്നാണ്. പക്ഷേ ദൈവം കണ്ടത് മറ്റ് ഒരു ഇതില്ല. ആ ഒരു തെരഞ്ഞെടുപ്പ്, ആ 23 പേരിൽ നിന്ന് ഒരാളെ ദൈവം കണ്ടെത്തി തെരഞ്ഞെടുപ്പ്, അത് സാഹസികം തന്നെയായിരുന്നു ദൈവത്തിൻ്റെ. പിന്നീട് ഇപ്പോൾ സെമിനാരി വരുമ്പോൾ അച്ഛൻ പറഞ്ഞു 28 പേര് ഒരുമിച്ചുണ്ടായിരുന്നു. അവസാനം അതേ ബാച്ചിൽ ഒരാൾ മാത്രമായി, ബാക്കി 27 പേരും പോകേണ്ടതായിട്ട് തിരിഞ്ഞ് ആ സമയത്ത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അവിടെയും ദൈവം തിരഞ്ഞെടുത്ത ഒരേ ഒരാൾ, അതും ബോബി അച്ഛൻ തന്നെയാണ്. അപ്പോൾ ഇത് വലിയൊരു സാഹസികം തന്നെയാണ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു തെരഞ്ഞെടുപ്പ്, ദൈവം അനാദ്യം മുതൽ, ഇപ്പോൾ നമ്മളൊക്കെ പറയുന്ന പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം നിന്നെ കണ്ടിട്ട് പേര് വലിയ വിളിച്ചിട്ടുണ്ട് ദൈവം അങ്ങനെ പറയുന്ന ആ ഒരു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ ദൈവവിളിയിൽ ഞാൻ അങ്ങനെ വലുതായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ കാരണം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തത് മുഴുവൻ ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവം മുന്നോട്ട് നീക്കിക്കൊണ്ടിരുന്നു. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അത് അത്ഭുതമാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കാഷ്വലായിട്ട് വന്നു, സെമിനാരിൽ ചേർന്നു, അങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് ഈ സംരക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എന്ന് ചാഞ്ചാട്ടം തോന്നുന്നു അന്ന് ദൈവം അവിടെ കൂടെ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങളോടെ. അച്ഛൻ്റെ ദൈവവിളിയിൽ അച്ഛനായിട്ടൊന്നും ചെയ്തല്ലോ, പക്ഷേ ദൈവമായിട്ട് ചെയ്ത കാര്യം അച്ഛൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ കൂട്ടി യോജിക്കേണ്ട ഒരു അത്ഭുതം എന്ന് പറയുന്നതാണ് അച്ഛൻ്റെ അനിയൻ. സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത്, കുറച്ച് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പക്ഷേ എങ്കിലും അവൻ ബൈബിൾ എഴുതിയൊരു കാര്യം, ഏറെ വെല്ലുവിളി ഉണ്ടായിട്ടും ബൈബിൾ എഴുതി, പുതിയ നിയമം എഴുതി പൂർത്തിയാക്കുന്നു. അതും അച്ഛൻ്റെ പട്ടത്തിൻ്റെ തലേ ദിവസം വെളിപാട് എഴുതി പൂർത്തിയാക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഞങ്ങളെ ഏറെ അച്ഛൻ്റെ ഒരു ദൈവവിളി വൊക്കേഷൻ ഷെയർ ചെയ്തപ്പോൾ ആദ്യം ഞങ്ങൾ കേട്ടത് ഇങ്ങനെ ഒരു കാര്യമാണ്. അതാണ് ഞങ്ങളെ ആകർഷിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ അച്ഛൻ്റെ കേൾക്കുന്നതും. അതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ അനിയൻ്റെ പേര് എബി എന്നാണ്. അവൻ ഡൗൺ സിൻഡ്രോമാണ് അവൻ്റെ അസുഖം. അതായത് അവൻ്റെ ബുദ്ധിക്ക് വളർച്ചയില്ല, ബ്രെയിൻ വളർച്ചയില്ല എന്നുള്ളതാണ്. അപ്പം ചെറിയ കുട്ടികൾ, ഒരു വയസ്സ് 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഏത് രീതിയിൽ പെരുമാറുമോ ആ രീതിയിൽ തന്നെ ചിന്തിക്കാനും പെരുമാറാനും മാത്രമേ അവൻ അറിയത്തുള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു തീരുമാനം 1ാം ക്ലാസ്സിലെ ചെറിയൊരു 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടിക്ക് എടുക്കാൻ പറ്റാത്തതുപോലെ നമ്മളെല്ലാത്തിനും അവൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ അവൻ പഠിച്ചതൊക്കെ ഏറ്റുമാനൂരുള്ള സേവാഗ്രാം എന്ന് പറയുന്നൊരു സ്കൂളിലാണ്. അതുകൊണ്ട് അവിടെ ബേസിക് ട്രെയിനിങ് അവൻ്റെ കാര്യങ്ങളെല്ലാം അവന് ചെയ്യാനറിയുണ്ട്. അവിടെ നിന്ന് കിട്ടിയ അവന് ഏറ്റവും വലിയൊരു ഉപകാരമാണ് അക്ഷരങ്ങളെ കണ്ട് മനസ്സിലാക്കാനുള്ളൊരു ഉപകാരം. ഇപ്പോൾ എഴുതുന്ന അക്ഷരം കായാണെങ്കിൽ കായ എന്നും, അങ്ങനെ ഓരോ അക്ഷരങ്ങളെ കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ആ സ്കൂളിൽ നിന്നുള്ള പഠനം മൂലമാണ് അവന് കിട്ടിയത്. പക്ഷേ ഇത് കൂട്ടി വായിക്കാനുള്ള കഴിവ് അവൻ്റെ ബ്രെയിനില്ല. അതുകൊണ്ട് ഓരോ അക്ഷരങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ സെമിനാരി പഠനത്തിൻ്റെ കാലത്തിലൂടെ കടന്നു പോകും. PG പഠിക്കുന്ന കാലത്താണ് കൊറോണ വരുന്നത്. ഇപ്പം കൊറോണ വന്നതോടുകൂടി ഇവനെ സ്പെഷ്യൽ സ്കൂളിൽ നിന്ന് മാറ്റി നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ താമസമായി. അപ്പം അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറയുമായിരുന്നു ഇവനെങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഈ ആകെ ബ്രെയിനിലുള്ള ഈ ലെറ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ആ കഴിവും കൂടെ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ എഴുതുന്നതിന് വേണ്ടി പല കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്കൊന്ന് കുറേ കാലത്തിന് ശേഷമാണ് ഈ പത്രവും പരിപാടിയെല്ലാം നിന്നു, ഒന്നുമില്ല. ആ സമയത്ത് അവൻ്റെ ഒരു പിറന്നാളിൻ്റെ സമയത്ത് ഇവിടുന്ന് ഒരു സിസ്റ്റർ ഒരു സമ്മാനമായിട്ടൊരു ഡയറിയൊക്കെ കൊടുത്തു. ആ ഡയറിയും കൊണ്ട് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു ബൈബിൾ എഴുതാം, കുറേ ഉണ്ട്. മാത്രമല്ല ഇവനോട് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് എപ്പോഴും പറയും. അപ്പം പ്രാർത്ഥിക്കുന്ന രീതി ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പോൾ ഇവനെടുത്ത പ്രാർത്ഥനാ രീതി എനിക്ക് തോന്നുന്നു ഇങ്ങനെ എഴുതുക എന്നുള്ളതാണ്. ആരെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ
വന്ന് എഴുതുക, അത് ബൈബിൾ എഴുതുക, അതാണ് അവൻ്റെ ഒരു ശൈലി. അപ്പം അങ്ങനെ ഇവൻ സമ്മാനമായി കിട്ടിയ ബൈബിളും അല്ല ഈ ഡയറിയും ഒരു പേനയായിട്ട് പെൻസിലുമായിട്ട് അവൻ എഴുത്തു തുടങ്ങിയതാണ് അവൻ. അപ്പം നമ്മുടെ ഒരു സങ്കട സമയത്തെല്ലാം എനിക്ക് പ്രാർത്ഥിക്കാൻ പറയാനുണ്ടായിരുന്ന എൻ്റെ അനിയനാണ്. അപ്പം PG പഠിക്കുന്ന കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പം ഞാൻ ഇവനെ വിളിച്ച് പരീക്ഷയാണ്, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അപ്പം വളരെ ആത്മാർത്ഥമായിട്ട് ഇത് എഴുതും, മണിക്കൂറുകളോളം ഇരുന്ന് എഴുതും. അതും എഴുത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവന് ഒരു വേർഡ് മുഴുവനായിട്ട് എഴുതാനുള്ള കഴിവില്ല. അവൻ ആദ്യം നോക്കുന്നു, ഒരു അക്ഷരം കാണുന്നു, കായെന്നാണെങ്കിൽ കർത്താവിൻ്റെ കാ കാണുന്നു, 2 വട്ടം കായിലേക്ക് നോക്കുന്നു, ആ കായ എടുത്ത് ഒരു ഡയറിയിലേക്ക് എഴുതുന്നു. അങ്ങനെയാണ് ഓരോ ലെറ്ററുമാണ് ഇവൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവൻ അച്ഛനാകാൻ വേണ്ടി, അതായത് എൻ്റെ ചേട്ടൻ ഒരു വൈദികനാകണം എന്നൊരു വിചാരിച്ചുകൊണ്ട് തന്നെ അല്ലേ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയില്ല, പക്ഷെ എഴുതുന്നു. ഞാനിപ്പോൾ അച്ഛൻ പറയുമ്പോൾ ഞാൻ ചിന്തിക്കായിരുന്നു, ഏറ്റവും വലിയ പ്രാർത്ഥന അതാണല്ലോ. അതും ബൈബിൾ ദൈവവചനമാണ്, ജീവനുള്ള വചനമാണ്. ആ വചനം വായിക്കുമ്പോഴും എഴുതുമ്പോൾ ഡബിൾ എഫക്റ്റ് ആണ്. അത് എത്ര എഴുതി വായിക്കുമ്പോഴും. അപ്പോൾ അത്ര എഴുതി അങ്ങനെ അച്ഛനാകുന്നു അല്ലേ. അതാണ് ഒരു അത്ഭുതം തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നമുക്ക് അവൻ്റെ അടുത്തും കൂടി ഒന്ന് ഇരുന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ, അവൻ എഴുതിയ ബൈബിൾ അതെങ്ങനെ എഴുതി നമ്മുടെ പ്രേക്ഷകരോട് കാണിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും ഒന്ന് അവനെ ഒന്ന് പോയി കാണാം. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എബിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിലാണ് ഈ ഒരു അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു ഡയറിയും അല്ലേ, ഈ ഡയറികളിലാണ് എബി പുതിയ നിയമം മുഴുവൻ എഴുതി തീർത്തിരിക്കുന്നത്. ഇപ്പോൾ പഴയ നിയമം ആരംഭിച്ചു കഴിഞ്ഞു. ഈ 7 ഡയറികളാണ് ഇപ്പം അവൻ എഴുതി പൂർത്തിയാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഡയറി ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്, 1, 2, 3 പറഞ്ഞ്. അപ്പം ആദ്യം മത്തായിയുടെ സുവിശേഷം മുതലാണ് അവൻ ആരംഭിക്കുന്നത്. അതിൻ്റെ കാരണം വലിയ അക്ഷരങ്ങളാണ്, കണ്ണിന് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയതുകൊണ്ട് പുതിയ നിയമത്തിലെ നമ്മുടെ ആ പുതിയ മോഡലുള്ള ബൈബിൾ എടുത്തിട്ട് വലിയ അക്ഷരങ്ങൾ അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെ ഓരോ അക്ഷരങ്ങൾ എഴുതുമെന്ന് പറഞ്ഞാൽ ആദ്യം ആ ബൈബിളിൽ നോക്കുന്നു, അതിനൊരക്ഷരം അവൻ നോക്കി അതെന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം 1, 2 വട്ടം ബൈബിളിൽ നോക്കും. അതിനുശേഷം അത് ഇങ്ങോട്ടേക്ക് പെൻസിലിലാണ് എഴുതുക. കാരണം പേനയിൽ എഴുതിയാൽ തെറ്റിപ്പോയാൽ അത് മായ്ക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് പെൻസിലിൽ എഴുതുന്നത്. പിന്നെ ഹെഡിങ്ങുകൾ മാത്രം അവന് പേനയിൽ മാത്രം എഴുതി കൊടുക്കും. പിന്നെ എപ്പോഴും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഇതിൻ്റെ ഒരു ഫ്രണ്ട് പേജിൽ ആരുടെ ഏത് സുവിശേഷം ഏതാന്നൊക്കെ അങ്ങനത്തെ മാത്രം ഞങ്ങളെ കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിപ്പിക്കും. അത് മറ്റുള്ളവർ ചെയ്തു തരുന്നതിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്നും ഈ ഡയറികൾ ഇത് ഒരെണ്ണം പോലും നമ്മൾ മേടിച്ചതല്ല, ഇത് മുഴുവൻ സമ്മാനങ്ങളാണ്. ഇതിലിത് 1ാമത്തെ ഡയറി ഇതാണ് സിസ്റ്റർ ആദ്യമായിട്ട് കൊടുത്ത എന്നെ സമ്മാനം. പിന്നെ അമ്മയുടെ ചേച്ചി സിസ്റ്ററുണ്ട്, സിസ്റ്റർ ലില്ലി SH, സിസ്റ്ററിൻ്റെ കുറേ സമ്മാനങ്ങൾ. അച്ഛനുണ്ട്, ജോസ് അച്ഛൻ വടക്കേടുത്ത്, അപ്പം അച്ഛൻ്റെ സമ്മാനങ്ങൾ. അങ്ങനെ എല്ലാവരും സമ്മാനങ്ങൾ തന്നതാണ് ഇവൻ്റെ മുഴുവൻ ഡയറികൾ. സമ്മാനങ്ങൾ കൊണ്ട് എഴുതിയൊരു ബൈബിളുണ്ട്, പെൻസിലുകളും എല്ലാം. എബിനിത് എഴുതുമ്പോൾ എബിനിത് കൂട്ടി വായിക്കാനോ അതിൻ്റെ അർത്ഥം അറിയില്ല? ഇല്ല. ഇപ്പം വേണമെങ്കിൽ അവനൊന്ന് വായിച്ച് കാണിച്ചു തരും. അപ്പം മനസ്സിലാവും, അവന് ആദ്യത്തെ അക്ഷരം അറിയാം. അപ്പം അതുകൊണ്ട് മാ ചേർത്ത് എന്തെങ്കിലും ഒന്ന് പറയും. ഇതൊന്ന് വായിച്ചേ. ഇത് അല്ല മാടിൽ ഈറ ഇരുന്നിയൽ ഈശോ അവിടെ നിന്ന് അവതരിച്ചു മനനിൽ നിന്ന് ഊരാടിപ്പ നിനക്ക് ഈ നാടിരാവിരുന്നീ അവരിതും. കണ്ടോ, അവന്റെ വായന മനസ്സിലാവും. ആദ്യത്തെ അക്ഷരവും ആ വേർഡിന്റെ ലാസ്റ്റ് അക്ഷരവും മാത്രമാണ് ഇവൻ സ്ട്രെസ് ചെയ്യുന്നത്. ബാക്കി എന്താന്ന് പോലും അവൻ അറിയില്ല. അപ്പം ഇതുണ്ട്, ഇപ്പം മലയിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പം മായിൽ അങ്ങനെ പറയുന്നുള്ളൂ. അപ്പം ഇതാണ് ഓരോരുത്തർ ഇപ്പം അച്ഛനാവാൻ വേണ്ടിയും ഇനി ആരെങ്കിലുമൊക്കെ പ്രാർത്ഥന സഹായം ചോദിച്ചാൽ അവർക്കൊക്കെ വേണ്ടി ഇരുന്ന്
ഈ ബൈബിൾ എഴുതി തീർക്കുമായിരുന്നു. അതെ, ആര് ചോദിച്ചാൽ അവൻ പറയുന്നത് എന്തിനാ എഴുതുന്നത് ചോദിച്ചാൽ ബോബി അച്ഛനാവാൻ വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവരോടും പറയുമായിരുന്നു. കോവിഡ് അച്ഛൻ അത് ഞാൻ അങ്ങനെ തോന്നിയത്. അതെ, എബി ബൈബിൾ എഴുതിയതുകൊണ്ടാണ് അല്ലേ ബോബി അച്ഛനായത് അല്ലേ? അതെ അതെ. എന്തിനാ എഴുതിയത്, ബൈബിൾ എഴുതിയത്? കോവിഡ് അച്ഛൻ അത് വായിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ പ്രാർത്ഥിക്കാം, അതെങ്ങനെ കോവിഡ് നിന്ന് അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ അച്ഛനായി, സന്തോഷമായില്ലേ? വളരെ സന്തോഷം അച്ഛൻ. തീർച്ചയായിട്ടും ഇത് വലിയൊരു ഭാഗ്യം കൂടിയാണ് അച്ഛൻ. കാരണം നമ്മൾ ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ചേട്ടൻ അച്ഛനാവാൻ വേണ്ടി അനിയൻ, അതും കുറച്ച് ഇതുപോലെ ഒരു വെല്ലുവിളിയുള്ള അനിയൻ ബൈബിൾ എഴുതി പുതിയ നിയമം എഴുതി പൂർത്തിയാക്കുന്നത് കേട്ടപ്പോൾ ആദ്യം വിശ്വസിക്കാൻ പോലും സാധിച്ചിരുന്നില്ല ഞങ്ങൾക്ക്. കാരണം അത്രമാത്രം ഒരു അത്ഭുതം കൂടിയാണ്. ഇതിൻ്റെ പുറകിൽ ഒരു ദൈവിക പദ്ധതി ഉള്ളതായിട്ട് ഞാൻ കാണുന്നു. കാരണം നമ്മൾ ആരും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടല്ല, അതായത് ഇവൻ അച്ഛനാകുന്നതിന് മുമ്പ് ഇവൻ എഴുതി തീർക്കട്ടെ, അതൊരു നല്ലൊരു കാര്യമല്ലേ, അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടല്ല. ഇത് തലേ ദിവസം ആണ് എഴുതി തീർക്കണത് അല്ലേ? അതെ, അതൊരു ദൈവ അനുഗ്രഹത്തിന്റെ ഭാഗമാണ്. അത് അങ്ങനെ പ്ലാൻ ചെയ്തതൊന്നുമല്ല, ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. എഴുതി അവന് ഇഷ്ടമുള്ളപ്പോഴും നമ്മൾ ആരും അവനെ നിർബന്ധിക്കുന്നില്ല, ഇന്ന സമയത്ത് പോയി എഴുതിക്കണം അങ്ങനെ ഒന്നും പറയുന്നില്ല. അച്ഛനോട് ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. അതെ, പ്രിപ്പറേഷന്റെ സമയമൊക്കെ ആയിട്ട്. കാരണം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം തലേദിവസം വൈകിട്ട് പ്രാർത്ഥനയുണ്ട്, അതിനു മുമ്പ് നമ്മളെ വീടുകൾ ഉണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും അതേപടി പോകുന്നു. അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് അവൻ എഴുതുന്നു. പക്ഷെ ദൈവാനുഗ്രഹ പ്രകാരം അവൻ പുതിയ നിയമത്തിന്റെ വെളിപാടിന്റെ പുസ്തകം അവസാനം വരെ എഴുതി തീർന്നത് ഈ തലേദിവസ പ്രാർത്ഥനയ്ക്ക്. ബന്ധുക്കളെല്ലാം വീട്ടിലുണ്ട്, എല്ലാവരും ഉണ്ട്. അവൻ അവൻ്റെ ഇഷ്ടമുള്ള സമയത്ത് ഒന്ന് മാറി, എല്ലാവരും ഒന്ന് പോയി. എല്ലാവരും നോക്കുമ്പോൾ അവൻ വെളിപാട് തീരാറായിട്ടുണ്ട്. എല്ലാവരും നോക്കിയെ പ്രോത്സാഹിപ്പിച്ചു. അവനിരുന്ന് ലാസ്റ്റ് ലൈൻ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഉണ്ടായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നുണ്ടാവും അല്ലേ ആ ഒരു നിമിഷം എന്നുള്ളത്. എനിക്കും ഭയങ്കര പേഴ്സണലി ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്റെ പട്ടത്തിന്റെ തലേദിവസം തന്നെ. എബി ഇതേപോലെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതായത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ലെങ്കിൽ ഇതിപ്പോ ഒരു 5 വർഷത്തോളം എടുത്തു അല്ലേ? അതെ അതെ, 5 വർഷം കണ്ടിന്യൂസ് ഇരുന്ന് ബൈബിൾ എഴുതി എന്ന് പറയുന്നത് ശരി. അപ്പൊ എങ്ങനെയാണ് ആള് വർക്ക് ജോലികളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ ഇത് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ബൈബിള് മാത്രമാണ്, അങ്ങനെ ചിന്തിക്കരുത്. അവൻ അവൻ്റെ മറ്റ് പരിപാടികളിൽ നിന്ന്, ഇപ്പം നമ്മുടെ വീട്ടിൽ ആട് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് എന്തെങ്കിലും അവനൊരു സമയം ചിലവഴിക്കണമല്ലോ, അതിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവനൊരു ഓർഡർ ഉണ്ട്. ആദ്യം അതിന് ചൂടുവെള്ളം വെക്കണം, അതിന് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ചൂടുവെള്ളം വെക്കണം, പിന്നെ അതിന് ഉണ്ടാക്കണം. അത് നേരെ തിരിഞ്ഞു പോയാൽ അവന് വലിയ പ്രശ്നമാണ്. അപ്പോൾ അവൻ ആ ഓർഡറിൽ ആ കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ ഇവൻ സിനിമ കാണുന്നുണ്ട്, പാട്ടുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലും അവൻ താല്പര്യപൂർവ്വം കണ്ടുപിടിക്കുന്ന സമയം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രത്യേകത. അത് ദൈവം അവന് കൊടുത്ത ഒരു അനുഗ്രഹമാണ്. കാരണം ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് എഴുതി തീർത്ത് ഇപ്പം നമുക്ക് എല്ലാം ഉള്ളവർക്കും എല്ലാം കാര്യങ്ങളും ചെയ്യാൻ സമയമുള്ളവർക്കും മറ്റ് എല്ലാ കഴിവും ദൈവം കൊടുത്തവർക്ക് പോലും ഒരുപക്ഷെ ബൈബിൾ വായിച്ചു തീർക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടമാണ് ഇന്നത്തേത് നമുക്ക്. ആ സമയത്താണ് ഇതേപോലെ എഴുതുന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുതുന്നതും എല്ലാം. അതെ അതെ, തീർച്ചയായിട്ടും. ഇനി സമയമില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ വിചാരിക്കുന്നവർക്കും ഒരു പ്രോത്സാഹനം ആകട്ടെ, പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കേൾക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട, നമ്മുടെ കണ്ണുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. ബോബി അച്ഛൻ വൈദികനാകുന്നതിന് വേണ്ടി എബി എഴുതിയ ഈ ഒരു പുതിയ നിയമം മുഴുവൻ 7 ഡയറികളിലായിട്ട് നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടെങ്കിൽ കൂടി എല്ലാം അതിജീവിച്ചുകൊണ്ട് 5 വർഷം കൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ആ പ്രാർത്ഥനാപൂർവ്വം ആ മകൻ എഴുതി. നേരത്തെ നമ്മളെല്ലാം കേട്ടതാണ് അവൻ ബൈബിൾ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് പോലും കൃത്യമായി തന്നെ ഇപ്പോൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ കൃത്യമായിട്ട് ഒരു തെറ്റും കൂടാതെ കൃത്യമായി ഫുൾ സ്റ്റോപ്പും കോമയും എല്ലാം ഇട്ടുകൊണ്ട് തന്നെ വളരെ മനോഹരമായി തീർത്തിരിക്കുന്നു. ഇത് ഈ ഒരു കുടുംബത്തിന് മുഴുവനായിട്ട് വലിയൊരു അനുഗ്രഹമാണ്. എനിക്കൊന്ന് കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും, അല്ലേ, ഈ നാട്ടുകാർക്ക് മൊത്തം പ്രാർത്ഥന ചോദിക്കുന്നവർക്കൊക്കെ വന്നിരുന്ന് എഴുതും. അതെ, ആര് പ്രാർത്ഥന ചോദിച്ചാലും അവർക്ക് വേണ്ടിയിട്ടാണ്. ആര് പ്രാർത്ഥന ചോദിച്ചാലും, പള്ളിയിലെ വികാരിയച്ഛൻ ചോദിച്ചാലും, വഴി പോകുന്നവർ പ്രാർത്ഥന ചോദിച്ചാലും അപ്പോൾ വന്ന് എബി വീട്ടിൽ വന്ന് ബൈബിൾ എഴുതൽ ആരംഭിക്കും. ഇപ്പോൾ പഴയ നിയമം ആരംഭിച്ചിട്ടുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം അവൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പട്ടശേഷം ഉൽപ്പത്തിയുടെ ഇപ്പോൾ പഴയ നിയമം എഴുതിക്കൊണ്ടിരിക്കുന്നു. അവൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. ഒട്ടൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ അത് ഏഴാഴ്ച വന്നു. നീണ്ടിയിലെ അച്ഛനെ അതേ അച്ഛനെ ബഡേലെ അച്ഛനെ അപ്പോൾ വന്നു. അപ്പോൾ അച്ഛനെ വട്ടം കാണുന്നുണ്ട്. അപ്പോൾ അവിടെ അച്ഛനാണ്. അതായത് പട്ടം നേരത്തെ ഉണ്ടായിരുന്ന പഴയ അച്ഛൻ മാറിപ്പോയി എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന അച്ഛനായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു, ആത്മബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പോയി, പുതിയ അച്ഛൻ വന്നു. ഇപ്പൊ അച്ഛനോട് സംസാരിക്കുന്നു, അച്ഛൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ബൈബിൾ എഴുതുന്നു. ചോദിച്ചു. അപ്പം ഒത്തിരി പേര് അവനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാറുണ്ട്.
അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒത്തുകൂടെ പതയ്ക്കാം അച്ഛനാണ് രണ്ടുള്ളത്. ഇനിയിപ്പോ എബി ഞങ്ങളുടെ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും വേണ്ടി കൂടി ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേര് പല പല ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥന സഹായം ഞങ്ങളുടെ കമന്റിലൂടെ ഒക്കെ ചോദിക്കാറുണ്ട്. ഇനിയിപ്പോ എബി പ്രാർത്ഥിക്കുമ്പോൾ ഗുഡ്നസ് TV കേട്ടോ അവർക്കും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതണം. തീർച്ചയായിട്ടും പഴയ നിയമം കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ വീണ്ടും വരും കേട്ടോ. അന്ന് എബിനെ മാത്രമായിരിക്കും. ഇന്നിപ്പോ നമ്മള് അച്ഛന്റെ വൊക്കേഷന് വേണ്ടി വന്നെങ്കിലും അന്ന് നമ്മൾ എബിനെ മാത്രമായിട്ട് ഇരിക്കുന്നു. ഓക്കെ.